ഇനി നമുക്കൊരു പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് ശർക്കര ഇട്ട് അതൊന്ന് പാനിയാക്കി മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രം എടുക്കണം, അതിലോട്ട് കുറച്ച് വെള്ളവും പാലും കൂടെ ചേർത്ത് അതും ഒന്ന് തിളപ്പിച്ച് അതൊന്ന് മാറ്റി വയ്ക്കണം. ഇനി ഒരു പാൻ എടുക്കണം, കുറച്ച് നെയ്യ് ഇടുക, പിന്നെ കുറച്ച് ചവ്വരിയും ഇതിലോട്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്ത വെർമസെല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെർമസെല്ലി ഒന്ന് മൂത്ത് വരുമ്പോൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ 2-3 ഏലക്ക ചതച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വറ്റി വരണം. അങ്ങനെ വെർമസെല്ലിയും പാലും എല്ലാം കൂടെ നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് നല്ല കട്ടിപ്പാൽ, വെള്ളമൊന്നും ചേർക്കാത്ത നല്ല ഒരു ഗ്ലാസ് പാലും കൂടെ തിളപ്പിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പിന്നെ ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയൊക്കെ ഇതിലോട്ട് നെയ്യിൽ വറുത്ത് കോരി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി സൂപ്പർ ഒരു ശർക്കര വെച്ചുള്ള വെർമസെല്ലി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ.